ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്രപഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 58-ാമത്തെ ശ്ലോക പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 59. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ശ്ലോകം 59. സ്ഫുരദ്ഗണ്ഡാഭോഗപ്രതിഫലിതതാടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിദം മന്മഥരഥം യമാരുഹ്യദ്രുഹ്യേത്യവനിരഥമർക്കേന്ദുചരണം മഹാവീരോ മാരഹ പ്രമഥപദയേ സജ്ജിതവതേ. ഒന്നുകൂടെ വായിക്കാം. സ്ഫുരദ്ഗണ്ഡാഭോഗപ്രതിഫലിതതാടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിദം മന്മഥരഥം യം ആരുഹ്യദ്രുഹ്യേത്യവനിരഥമർക്കേന്ദുചരണം മഹാവീരോ മാരഹ പ്രമഥപദയേ സജ്ജിതവതേ. ഇനി പദങ്ങൾ നോക്കാം. സ്ഫുരത് ഗണ്ഡാഭോഗപ്രതിഫലിതതാടങ്കയുഗളം ചതുഹു ചക്രം മന്യേ തവ മുഖം ഇദം മന്മഥരഥം യം ആരുഹ്യ ദ്രുഹ്യതി അവനി രഥം അർക്ക ഇന്ദു ചരണം മഹാവീരഃ മാരഹ പ്രമഥപദയേ സജ്ജിതവതേ. ഇവിടെ പിരിച്ചു പറയുന്നത് സ്ഫുരത്, അവിടെ ഒറ്റപ്പദാണ്. സ്ഫുരദ്ഗണ്ഡാഭോഗപ്രതിഫലിതതാടങ്കയുഗളം ഒറ്റപ്പദം. ചതുഹു ചക്രം ചതുശ്ചക്രം, വിസർഗം പോയിട്ട് അവിടെ ഷായുടെ സൗണ്ട് വന്നു. ചതുശ്ചക്രം. മുഖം ഇതം മുഖമിതം, മുഖം അനുസ്വാരം പോയിട്ട് അവിടെ മാ വന്നു. യം ആരുഹ്യ യമാരുഹ്യ ദ്രുഹ്യതി അവനി രഥം, ദ്രുഹ്യതി അവനി രഥം. ഈ പ്ലസ് ആ വന്നപ്പോൾ അത് ഇയായി മാറി. ദ്രുഹ്യത്തി അവനി രഥം. അർക്ക ഇന്ദു ചരണം, അർക്കേന്ദു ചരണം. യമാരുഹ്യദ്രുഹ്യത്യവനി അവനി രഥമർക്കേന്ദു ചരണം. അദ്രുഹ്യത്യവനി, ദ്രുഹ്യതി അവനി. മഹാവീരഃ മാരഹ പ്രമഥപദയേ സജ്ജിതവതേ. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. സ്ഫുരത് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന. ഗണ്ഡാഭോഗം, ഗണ്ഡം കഴുത്താണ്, കഴുത്തിന് മുകളിലുള്ളത്. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടം, രണ്ട് കവിൾത്തടങ്ങൾ. ഭോഗ പ്രതിഫലിത താടങ്ക യുഗളം. സ്ഫുരത് ഗണ്ഡാഭോഗം കവിൾത്തടം. പ്രതിഫലിതം, പ്രതിഫലിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഫലിക്കുന്നു, പ്രതിബിംബിക്കുന്നു, അതേപോലെ തിളങ്ങുന്നു എന്നർത്ഥം. താടങ്ക യുഗളം, താടങ്കം തോട, ദേവിയുടെ കാതിൽ ഇട്ടിരിക്കുന്ന തോടകളെയാണ് താടങ്കം എന്ന് പറയുന്നത്. യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട് തോടകൾ. ചതുഹു, ചതുഹു എന്ന് പറഞ്ഞാൽ 4. ചക്രം ചതുശ്ചക്രം, 4 ചക്രങ്ങൾ. മന്യേ അഹം മന്യേ, ഞാൻ മാനിക്കുന്നു, ഞാൻ കാണുന്നു. തവ അങ്ങയുടെ. മുഖം ഇതം, മുഖം ഇപ്രകാരം. മന്മഥരഥം, മന്മഥൻ്റെ രഥമാണോ എന്ന് എനിക്ക് തോന്നുന്നു. മന്മഥൻ കാമദേവൻ. യം ആരുഹ്യ, യം ആരുഹ്യ യാതൊരുവൻ. ആരുഹ്യ എന്ന് പറഞ്ഞാൽ കയറിയിട്ട്, യം എന്ന് പറഞ്ഞാൽ യാതൊരുവൻ. കയറിയിട്ട്, കയറുക. ആരുഹ്യ, യം ആരുഹ്യ ഏതൊരുവൻ, ഏതൊന്നിൽ കയറിയിട്ട്. ദ്രുഹ്യതി ഏതൊന്നിൽ, ഏതൊരുവനിൽ എന്നൊക്കെ അർത്ഥം. യം യാതൊരുവൻ, യാതൊന്നിൽ എന്നൊക്കെ. അപ്പം ദ്രുഹ്യതി,
ദ്രുഹ്യതി എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുന്നു. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, രഥം തന്നെ. അർക്ക ഇന്ദു ചരണം. അർക്കൻ സൂര്യനാണ്, ഇന്ദു ചന്ദ്രനാണ്, ചരണം കാല്. അപ്പം സൂര്യചന്ദ്രന്മാരുടെ കാലുകൾ അയം ആരുഹ്യ, ആ രഥം മുഖമാകുന്ന രഥത്തിൽ കയറ്റ. ഇവിടെ ദ്രുഹ്യതി അവനി രഥം, ആ മുഖത്തെ, ദേവിയുടെ മുഖത്തെ അവനി ആയിട്ട്. അവനി എന്ന് പറഞ്ഞാലോ ഭൂമിയെ രഥമാക്കി. അപ്പം ദേവിയുടെ മുഖത്തെ രഥമായി കണ്ടിട്ട് ആ കാതിലെ തോടകൾ രണ്ടും സൂര്യനും ചന്ദ്രനുമാണ്, തിളങ്ങുന്നുണ്ട്. ആ കവിൾത്തടത്തിൻ്റെ മിനിപ്പ് കൊണ്ട് 2 തോടകൾ 4 തോടകളായിട്ട് തോന്നുന്നു. അത് കാമദേവൻ്റെ വിജയരഥമായ രഥത്തിൻ്റെ 4 ചക്രങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. മഹാവീരൻ വലിയ വീരനായ, വീരശൂരനായ എന്നൊക്കെ അർത്ഥം. മാരഹ കാമദേവൻ. പ്രമഥപതയെ എന്ന് പറഞ്ഞാൽ പ്രമഥൻ എന്ന് പറഞ്ഞാൽ ഭൂതഗണങ്ങൾ. അപ്പോൾ ഭൂതഗണങ്ങളുടെ പതി മഹാദേവൻ അല്ലേ, ത്രിപുരാന്തകൻ മഹാദേവൻ. സജ്ജിതവതി, മഹാദേവനെ സജീവകൃതനായി വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഫുരദ്ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ഒറ്റപ്പതാണ്. അത് കണ്ണാടി പോലെ നിർമ്മലമായി തിളങ്ങുന്ന അല്ലെങ്കിൽ മിന്നുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച താടങ്കയുഗളങ്ങളോടുകൂടിയ 2 തോടകളോടുകൂടിയ എന്നർത്ഥം. ചതുശ്ചക്രം മന്യേ തവ മുഖമിതം മന്മഥരഥം. ചതുശ്ചക്രം 4 ചക്രങ്ങൾ. മന്യേ തവ ഞാൻ കാണുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. മുഖമിതം മന്മഥരഥം, നിന്തിരുവടിയുടെ ഈ മുഖം കാമദേവൻ്റെ 4 ചക്രങ്ങളോടുകൂടിയ രഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന്. ഇത് ശങ്കരാചാര്യർ മനസ്സിൽ കാണുന്നതാണ്. ദേവിയുടെ മുഖം ഭൂമിയോടും ദേവിയുടെ കാതിൽ കിടക്കുന്ന തോടകളെ 2 സൂര്യചന്ദ്രന്മാരായിട്ടും അത് തിളങ്ങുന്ന ആ പ്രതിഫലനത്തെ 2നെ 4ആയി കാണുന്നതും ഒക്കെ. അപ്പം 4 കാമദേവൻ്റെ വിജയചക്ര രഥത്തിൻ്റെ 4 ചക്രങ്ങളാണെന്ന് 4 ചക്രങ്ങൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. യമാരുഹ്യ യാതൊരു തേരിൽ കയറിയിട്ട്, ഏതൊരു തേരിലാണോ കയറിയിട്ട്, ദ്രോഹിക്കുന്നു. അവന് രഥം അർക്കേന്ത് ചരണം, സൂര്യചന്ദ്രന്മാരാകുന്ന 2 ചക്രങ്ങളോടുകൂടിയ ഭൂമിയാകുന്ന രഥത്തെ ദ്രോഹിക്കുന്നു. മഹാവീരോ മാരക, മഹാവീരനായ മാരൻ കാമദേവൻ. പ്രമഥപതയെ സജ്ജിതവതെ, തന്നോട് എതിർക്കാൻ സജ്ജമാക്കിയ ത്രിപുരാന്തകനെ ദ്രോഹിക്കുന്നു. ത്രിപുരാന്തകൻ മഹാദേവൻ. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? സ്ഫുരദ്ഗണ്ഡാഭോഗ പ്രതിഫലിത താടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിതം മന്മഥരഥം. യമാരുഹ്യദ്രുഹ്യത്യവനി രഥമാർക്കേന്ദു ചരണം മഹാവീരോ മാരഹ പ്രമഥപതയെ സജ്ജിതവതേ. അല്ലയോ മഹാദേവി, ദേവിയെ വിളിച്ചിട്ട് പറയാണ് ശങ്കരാചാര്യർ, കണ്ണാടി പോലെ നിർമ്മലമായി മിന്നുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച ആ 2 താടങ്ക യുഗളത്തോടു കൂടിയ നിന്തിരുവടിയുടെ ആ 2 തോടകൾ ഈ എൻ്റെ ഹൃദയകമലത്തിൽ കാണപ്പെടുന്ന മുഖം കാമദേവൻ്റെ 4 ചക്രങ്ങളോടുകൂടിയ രഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ വിചാരിക്കുന്നത് ദേവിയുടെ മുഖം സൂര്യചന്ദ്രന്മാരാകുന്ന ചക്രങ്ങളോടുകൂടിയ രഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മന്മഥൻ ഈ രഥത്തിൽ കയറി
മഹാശൂരനായിട്ട് സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ട് ചക്രങ്ങളോടുകൂടിയ ഭൂമിയാകുന്ന രഥത്തെ സജ്ജമാക്കിയ ത്രിപുരാന്തകനെ ദ്രോഹിക്കുന്നു. ത്രിപുരാന്തകൻ മഹാദേവൻ. ഇനി ഒന്നും കൂടി വിവരിക്കുകയാണെങ്കിൽ, ഭഗവതിയുടെ ചെവികളിൽ രണ്ട് തോടകൾ ഉണ്ട്. അവ കണ്ണാടി പോലെ നിർമ്മലമായ ഗണ്ഡങ്ങളിൽ പ്രതിഫലിച്ചതിനാൽ, ഗണ്ഡങ്ങൾ കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ചതുകൊണ്ട് 4 എണ്ണമായിത്തീരുന്നു. ഇപ്പോൾ 2-നെ 4 കാണുന്നു. ഈ 4 താടങ്കങ്ങളെ ചക്രങ്ങളായി കൽപ്പിച്ച് മുഖത്തെ മന്മഥരഥമായി വർണ്ണിക്കുന്നു. കാമദേവൻ്റെ രഥമായിട്ട് വർണ്ണിക്കുന്നു. മന്മഥൻ ഈ രഥത്തിൽ കയറി മഹാവീരനായിട്ട് സൂര്യചന്ദ്രന്മാരാകുന്ന 2 ചക്രങ്ങൾ മാത്രമുള്ള ഭൂമിയാകുന്ന തേരിൽ കയറി എതിർക്കുന്ന ത്രിപുരാന്തകനെ യുദ്ധം ചെയ്ത് ജയിക്കുന്നു എന്നർത്ഥം. അപ്പം ഇതിലെ ഉൽപ്രേക്ഷ, കാവ്യലിംഗം, അതിശയോക്തി ഒക്കെ തുടങ്ങിയ അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഈ ശ്ലോകത്തിൽ. അപ്പോൾ ഒന്നും കൂടി ശ്ലോകം വായിച്ച അർത്ഥം ഒന്നുകൂടി പറയാം. പുരദ്ഗണ്ഡാഭോഗ പ്രതിഫലിതതാടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിദം മന്മഥരഥം യമാരുഹ്യദ്രുഹ്യേത്യവനിരഥമർക്കേന്ദുചരണം മഹാവീരോ മാരക പ്രമഥപദയേ സജ്ജിതവദേ. അല്ലയോ മഹാദേവി, കണ്ണാടി പോലെ നിർമ്മലമായി തെളിതളമിന്നുന്ന കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച താടങ്കയുഗളത്തോടുകൂടിയ നിന്തിരുവടിയുടെ ഈ എൻ്റെ ഹൃദയകമലത്തിൽ കാണപ്പെടുന്ന മുഖം കാമദേവൻ്റെ 4 ചക്രങ്ങളോടുകൂടിയ രഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മന്മഥൻ ഈ രഥത്തിൽ കയറി മഹാശൂരനായിട്ട് സൂര്യചന്ദ്രന്മാരാകുന്ന 2 ചക്രങ്ങളോടുകൂടിയ ഭൂമിയാകുന്ന രഥത്തെ സജ്ജമാക്കിയ ത്രിപുരാന്തകനെ ദ്രോഹിക്കുന്നു. ഒന്നും കൂടി വിശദീകരിച്ചാൽ, ദേവിയുടെ ശ്രവണങ്ങളിൽ 2 തോടകളുണ്ട്. അവർ കണ്ണാടി പോലെ നിർമ്മലമായ ദേവിയുടെ കവിളുകളിൽ പ്രതിഫലിച്ചു. അതുകൊണ്ട് 4 എണ്ണമായി തീരുന്നു. ഈ 4 തോടകളെ ചക്രങ്ങളായി കൽപ്പിച്ച് മുഖത്തെ രഥമായി മന്മഥരഥമായി വർണ്ണിക്കുന്നു. മന്മഥൻ ഈ രഥത്തിൽ കയറി മഹാവീരനായിട്ട് സൂര്യചന്ദ്രന്മാരാകുന്ന 2 ചക്രങ്ങൾ മാത്രമുള്ള ഭൂമിയാകുന്ന തേരിൽ കയറി എതിർക്കുന്ന ത്രിപുരാന്തകനെ യുദ്ധം ചെയ്ത് ജയിക്കുന്നു എന്നർത്ഥം. ഒരു പ്രാവശ്യം കൂടി ശ്ലോകം വായിക്കാം. സ്ഫുരദ്ഗണ്ഡാഭോഗ പ്രതിഫലിതതാടങ്കയുഗളം ചതുശ്ചക്രം മന്യേ തവ മുഖമിദം മന്മഥരഥം യമാരുഹ്യദ്രുഹ്യേത്യവനിരഥമർക്കേന്ദുചരണം മഹാവീരോ മാരക പ്രമഥപദയേ സജ്ജിതവദേ. സജ്ജീവകൃതനായി എന്നർത്ഥം. സജ്ജിതവദേ. എല്ലാം ഞാൻ പിരിച്ചു പറയാനുള്ള പറഞ്ഞായിരുന്നു. ചതുശ്ചക്രം മുഖമിദം യമാരുഹ്യ ദ്രുഹ്യതി അവനിരഥം ദ്രുഹ്യത്യവനിരഥം അർക്കേന്ദുചരണം. അത്രയേ ഉള്ളൂ പിരിച്ചു പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഈ ശ്ലോകം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ഫുരത എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, ഗണ്ഡാഭോഗം കവിൾത്തടം പ്രതിഫലിക്കുന്നു, താടങ്ക യുഗളം 2 തോടകൾ, ചതുശ്ചക്രം 4 കാലുകൾ, മന്യേ കാണുന്നു, തവ അങ്ങയുടെ മുഖം ഇതം ഇപ്രകാരം മുഖം, മന്മഥരഥം കാമദേവൻ്റെ വിജയരഥമായി, യം ആരുഹ്യ ഏതൊരു തേരിൽ കയറിയിട്ട്, ആരുഹ്യ എന്ന് പറഞ്ഞാൽ കയറുക, ആരോഹണം ചെയ്യുക, കയറുക എന്നർത്ഥം. ദ്രുഹ്യതി അവനി രഥം അർക്കേന്ദുചരണം, ദ്രുഹ്യതി ദ്രോഹിക്കുന്നു, ഭൂമിയും അർക്ക ഇന്ദുചരണം, ഭൂമിയെ രഥമായി കണ്ടിട്ട് സൂര്യചന്ദ്രന്മാരുടെ ചരണം കാല്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ആകുന്ന
ചക്രമാകുന്ന ചരണം മഹാവീരനായ കാമദേവൻ, മഹാവീരനായ കാമദേവൻ പ്രമഥപതയെ, ഭൂതഗണങ്ങളുടെ പതിയായ മഹാദേവനെ, ത്രിപുരാന്തകനായ മഹാദേവനെ സജീവകൃതനാക്കുന്നു എന്നർത്ഥം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും ഹരി ഓം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരീ.